എടുക്കുന്ന പുതിയ സബ്ജക്റ്റിന്റെ പേര് ബയോകെമിസ്ട്രി ആൻഡ് ക്ലിനിക്കൽ പാത്തോളജി. ഓക്കെ, നിങ്ങളുടെ സബ്ജക്റ്റ് ഫുൾ നെയിം ബയോകെമിസ്ട്രി ആൻഡ് ക്ലിനിക്കൽ പാത്തോളജി. ഓക്കെ, അതാണ് നിങ്ങളുടെ തേർഡ് സബ്ജക്റ്റ്, ബയോകെമിസ്ട്രി ആൻഡ് ക്ലിനിക്കൽ പാത്തോളജി. ഓക്കെ, ഇതിൽ 5 യൂണിറ്റ്സ് ആണ് വരുന്നത്. ഓക്കെ ഓക്കെ, നിങ്ങൾക്ക് ഈ ടൈം പ്രിഫറബിൾ ആണോ? നാളെ തൊട്ട് 1 മണിക്ക് എടുത്താലോ? 1 മണി ടു 1:30 ആക്കിയാലോ? ആരെങ്കിലും റെസ്പോൺസ് ഓക്കെ അല്ലേ? ബാക്കിയുള്ളവര് ഓക്കെ. അപ്പൊ നാളെ തൊട്ട് നമുക്ക് 1 മണി. ഓക്കെ ഓക്കെ, അപ്പൊ നാളെ തൊട്ട് 1 മണി ടു 1:30. ഓക്കെ, ഫസ്റ്റ് യൂണിറ്റിലോട്ട് പോകാം. നിങ്ങൾക്ക് സബ്ജക്ട് ക്ലിയർ ആയോ? ബയോകെമിസ്ട്രി ആൻഡ് ക്ലിനിക്കൽ പാത്തോളജി. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് യൂണിറ്റിലോട്ടാണ് പോകുന്നത്. ഓക്കെ, യൂണിറ്റ് ഫസ്റ്റ്. ഇൻ ദാറ്റ് മെയിൻ ഹെഡിങ് കൊടുക്കുക, ഇൻട്രൊഡക്ഷൻ ടു ബയോകെമിസ്ട്രി. ഇൻട്രൊഡക്ഷൻ ടു ബയോകെമിസ്ട്രി. ഓക്കെ ഓക്കെ, ഇൻ ദാറ്റ് ഡെഫിനിഷൻ ആണ്, അതായത് ബയോകെമിസ്ട്രിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് തരുന്നത്. അതില് ഡെഫിനിഷൻ, സബ് ഹെഡിങ് ഡെഫിനിഷൻ. ഓക്കെ, ഇൻ ദാറ്റ് biochemistry is the branch of science that explores the chemical process within and related to living organisms. അതായത് ഡെഫിനിഷൻ ആണ് പറയുന്നത്, ബയോകെമിസ്ട്രി is the branch of science that explores the chemical process within and related to living organisms. അതായത് ബയോകെമിസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സയൻസിന്റെ തന്നെ ഒരു ബ്രാഞ്ച് ആണ്, that explores the chemical process within and related to living organism. അതായത് ലിവിങ് ഓർഗാനിസം, അതായത് ജീവികൾക്കുള്ളിൽ നടക്കുന്നതും അതുപോലെ തന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത, അതുമായിട്ട് ബന്ധമുള്ളതുമായിട്ടുള്ള കെമിക്കൽ പ്രോസസ്സിനെ കുറിച്ച്, രാസപരമായിട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള അതിനെക്കുറിച്ചുള്ള ഒരു നിരീക്ഷണം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സൂക്ഷ്മമായി പഠിക്കുന്നതിനെയാണ് ബയോകെമിസ്ട്രി എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം ഡെഫിനിഷൻ. ബയോകെമിസ്ട്രി ഈസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് എക്സ്പ്ലോർസ് ദ കെമിക്കൽ പ്രോസസ് വിത്തിൻ ആൻഡ് റിലേറ്റഡ് ടു ലിവിങ് ഓർഗാനിസംസ്. അതായത് ബയോകെമിസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സയൻസിന്റെ തന്നെ ഒരു ബ്രാഞ്ച് ആണ്, അതായത് ലിവിങ് ഓർഗാനിസത്തിന്റെ ഉള്ളിൽ നടക്കുന്നത് അതുപോലെ തന്നെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കെമിക്കൽ പ്രോസസ്സിനെ എക്സ്പ്ലോർ ചെയ്യാൻ, മീൻസ് നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫീൽഡ് ആണ്. ഡെഫിനിഷൻ ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ, ഇൻ ദാറ്റ് ഒരു പോയിന്റ് ആയിട്ട് ഇരിക്കുക, ദ ടേം ബയോകെമിസ്ട്രി വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ Carl Neuberg in 1903. The term biochemistry was introduced by Carl Neuberg in 1903. അതായത് കാൾ ന്യൂബർഗ് എന്നുള്ള സ്പെല്ലിംഗ് ഒക്കെ നിങ്ങൾ വാട്സപ്പിൽ നിന്ന് എഴുതിയെടുക്കാം. അതായത് ബയോകെമിസ്ട്രി എന്നുള്ള വേർഡ് അല്ലെങ്കിൽ ആ ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? കാൾ ന്യൂബർഗ് എന്ന് പറഞ്ഞ ഒരു ശാസ്ത്രജ്ഞനാണ്. അതായത് 1903 മീൻസ് 1903 കാൾ ന്യൂബർഗ് എന്ന് പറഞ്ഞ ഒരു ശാസ്ത്രജ്ഞനാണ് ഈ ബയോകെമിസ്ട്രി എന്ന് പറഞ്ഞിട്ടുള്ള ടേം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എന്നിട്ട് പറയാം, the term biochemistry was introduced by Carl Neuberg in 1903. ക്ലിയർ ആയോ? കാൾ ന്യൂബർഗ് സ്പെല്ലിംഗ് നിങ്ങൾ വാട്സപ്പിൽ നിന്ന് എഴുതിയെടുക്കാം. ഓക്കെ, കാൾ ന്യൂബർഗ്. ഓക്കെ, in 1903. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് ഓഫ് ബയോകെമിസ്ട്രി ആണ് പറയുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് ബയോകെമിസ്ട്രി ഹെഡിങ് കൊടുക്കാം, ഇമ്പോർട്ടൻസ് ഓഫ് ബയോകെമിസ്ട്രി. ഓക്കെ, ഇൻ ദാറ്റ് ഇറ്റ് ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ കെമിക്കൽ ആസ്പെക്ട്സ് ഓഫ് ബയോളജിക്കൽ പ്രോസസ് സച്ച് as first point digestion, second one hormonal action, third one muscle contraction and relaxation etc. എന്നോട് പറയാം, ഇമ്പോർട്ടൻസ് ഓഫ് ബയോകെമിസ്ട്രി, അതായത് ബയോകെമിസ്ട്രിന്റെ ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്. അതായത് ഇറ്റ് ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ കെമിക്കൽ ആസ്പെക്ട്സ് ഓഫ് ബയോളജിക്കൽ പ്രോസസ്, അതായത് ജൈവികപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ജൈവികപരമായിട്ടുള്ള പ്രോസസ്സിലെ പ്രക്രിയകളിലെ കെമിക്കലായിട്ടുള്ള രാസപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ്. അതായത് നമ്മുടെ ശരീരത്തിലെ ജൈവികമായ പ്രോസസ്സുകളിലുള്ള മീൻസ് ജൈവികമായ പ്രവർത്തനങ്ങളിലുള്ള കെമിക്കലായിട്ടുള്ള അതിൽ തന്നെയുള്ള കെമിക്കലി ആയിട്ടുള്ള പ്രോസസ്സിനെ കുറിച്ച് അല്ലെങ്കിൽ കെമിക്കൽ ആയിട്ടുള്ള ഘടകങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ്. അതായത് എക്സാമ്പിൾസ് ഇൻ ദാറ്റ് ഫസ്റ്റ് പോയിന്റ് ഡൈജഷൻ എങ്ങനെയാണ് നടക്കുന്നത്, മീൻസ് ദഹനം എങ്ങനെയാണ് നടക്കുന്നത്, അതിലെ ജൈവികപരമായിട്ടുള്ള പ്രവർത്തനങ്ങളും പഠിക്കുന്നുണ്ട്, അതുപോലെ തന്നെ രാസപരമായിട്ടുള്ള പ്രവർത്തനങ്ങളും പഠിക്കുന്നുണ്ട്. ഓക്കെ, സെക്കൻഡ് പോയിന്റ് ഹോർമോണൽ ആക്ഷൻ,
അതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹോർമോണൽ ആക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നുണ്ട്. മീൻസ് ഹോർമോൺസിന്റെ ജൈവികമായിട്ടുള്ള പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ അതിന്റെ രാസപരമായിട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ സഹായിക്കുന്നുണ്ട്. ദെൻ തേർഡ് വൺ മസിൽ കൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ. മസിൽസിന്റെ കൺട്രാക്ഷനും റിലാക്സേഷനും ഒക്കെ എങ്ങനെ നടക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കാൻ സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് ഇമ്പോർട്ടൻസ്. ഒന്നുകൂടി പറയാം, ഇമ്പോർട്ടൻസ് ഓഫ് ബയോകെമിസ്ട്രി. ഇറ്റ് ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ കെമിക്കൽ ആസ്പെക്ട്സ് ഓഫ് ബയോളജിക്കൽ പ്രോസസ് സച്ച് ആസ് ഡൈജഷൻ, ഹോർമോണൽ ആക്ഷൻ, മസിൽ കൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ എക്സെട്ര. അതായത് ബയോകെമിസ്ട്രി എന്നുള്ള ആ വേർഡ് തന്നെയുണ്ട്. അതായത് ജൈവികപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്ന രാസപരമായിട്ടുള്ള പ്രവർത്തനങ്ങളെയും കൂടി റിലേറ്റ് ചെയ്തിട്ട് പഠിക്കുന്നതിന് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. അതായത് ഡൈജഷൻ എങ്ങനെയാണ് നടക്കുന്നത്, ഹോർമോണൽ ആക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത്, അതുപോലെ തന്നെ മസിൽ കൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ, ഇതുപോലുള്ള പ്രോസസ് ഒക്കെ ഇതിലെല്ലാം രാസപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇതൊക്കെ ജൈവികവുമാണ്. അതുപോലെ തന്നെ അതിൽ നടക്കുന്ന രാസപരമായിട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബയോകെമിസ്ട്രി സഹായിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ക്ലിയർ ആയോ? ഓക്കെ, ഇനി അടുത്ത ഹെഡിങ് കൊടുക്കാം, ഇമ്പോർട്ടൻസ് ഓഫ് ബയോകെമിസ്ട്രി ഇൻ ഫാർമസി. അതായത് ഫാർമസിയിലുള്ള ബയോകെമിസ്ട്രിന്റെ ഇമ്പോർട്ടൻസ് ആണ് അടുത്ത് പറയുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് ബയോകെമിസ്ട്രി ഇൻ ഫാർമസി എന്ന് ഹെഡിങ് കൊടുക്കാം. ഓക്കെ, ഫാർമസിയിലുള്ള ബയോകെമിസ്ട്രിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻ ദാറ്റ് ഫസ്റ്റ് പോയിന്റ് ഡ്രഗ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഫസ്റ്റ് പോയിന്റ് ഡ്രഗ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, ഡ്രഗ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞെങ്കിൽ ഡ്രഗ്സിന്റെ രൂപവൽക്കരണം. ഓക്കെ, മീൻസ് മരുന്നിന്റെ രൂപവൽക്കരണം എങ്ങനെയാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ രൂപവൽക്കരണം, അതായത് ഡ്രഗിന്റെ ഫോർമേഷൻ ഒക്കെ എങ്ങനെയാണെന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് ഫസ്റ്റത്തെ ഇമ്പോർട്ടൻസ്. അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് തരുന്നത്. ഡ്രഗ് കോൺസ്റ്റിറ്റ്യൂഷന്റെ എക്സ്പ്ലനേഷൻ ആണ് തരുന്നത്. ബയോകെമിസ്ട്രി ഗിവ്സ് ആൻ ഐഡിയ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ ഡ്രഗ്, its chances of degradation with varying temperature etc. ബയോകെമിസ്ട്രി ഗീവ്സ് ആൻ ഐഡിയ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ ഡ്രഗ്. അതായത് ബയോകെമിസ്ട്രി ആണ് ഒരു ഡ്രഗിനെ നമുക്ക് എങ്ങനെ രൂപം കൊള്ളിക്കാം അല്ലെങ്കിൽ എങ്ങനെ ഫോം ചെയ്യിപ്പിക്കാം എന്നൊക്കെ ഉള്ളൊരു ഐഡിയ തരുന്നത്. അതുകൂടാതെ തന്നെ ഇറ്റ് ചാൻസസ് ഓഫ് ഡിഗ്രേഡേഷൻ വിത്ത് വേരിയിങ് ടെമ്പറേച്ചർ എക്സെട്ര. അതായത് വ്യത്യസ്തമായ ടെമ്പറേച്ചറുകളിൽ ഈ മരുന്നുകൾ നശിച്ചു പോകുന്നുണ്ടോ അങ്ങനെയൊക്കെ അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാനൊക്കെ ഈ ബയോകെമിസ്ട്രി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് വ്യത്യസ്തമായ ടെമ്പറേച്ചറുകളിൽ ഡിഗ്രേഡേഷൻ സംഭവിക്കുന്നുണ്ടോ, ഡ്രഗ്സിന് ഡിഗ്രേഡേഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാനൊക്കെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹൗ മോഡിഫിക്കേഷൻ ഇൻ ദ മെഡിസിനൽ കെമിസ്ട്രി ഹെൽപ്സ് ഇംപ്രൂവ് എഫിഷ്യൻസി ആൻഡ് മിനിമൈസ് സൈഡ് എഫക്ട്സ് എക്സെട്ര. അതുകൂടാതെ തന്നെ മെഡിസിനൽ ആയിട്ടുള്ള കെമിസ്ട്രീനെ നമുക്ക് എങ്ങനെ മോഡിഫൈ ചെയ്യാം, അതായത് എങ്ങനെ മെച്ചപ്പെടുത്താന്നൊക്കെ അല്ലെങ്കിൽ എങ്ങനെ മെച്ചപ്പെടുത്താന്നൊക്കെ അതിനും സഹായിക്കുന്നുണ്ട്. അതായത് ഹെൽപ്സ് ഇംപ്രൂവ് എഫിഷ്യൻസി, മിനിമൈസ് സൈഡ് എഫക്ട്സ് എക്സെട്ര. അതായത് ഡ്രഗ്സിന്റെ എഫിഷ്യൻസി, ഡ്രഗ്സിന്റെ കഴിവ് നമുക്ക് കൂട്ടാനും അതുപോലെ തന്നെ അതിന്റെ സൈഡ് എഫക്ട്സ് ഒക്കെ നമുക്ക് കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒന്നും കൂടി പറയാം, ഇമ്പോർട്ടൻസ് ഓഫ് ബയോകെമിസ്ട്രി ഇൻ ഫാർമസി. ഇതിലെ ഫസ്റ്റ് പോയിന്റ് ആണ് ഡ്രഗ് കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ഡ്രഗിന്റെ രൂപവൽക്കരണം, മരുന്നിന്റെ ഫോർമേഷൻ. ഓക്കെ, ഡ്രഗിന്റെ ഫോർമേഷൻ അതാണ്. എന്തൊക്കെയാണ് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ബയോകെമിസ്ട്രി ഗിവ്സ് ആൻ ഐഡിയ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി ഡ്രഗ്, its chances of degradation with varying temperature etc. അതായത് ബയോകെമിസ്ട്രി ഡ്രഗിന്റെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച്, അതായത് ഡ്രഗ്സിന്റെ നിർമ്മാണത്തെ കുറിച്ച് അല്ലെങ്കിൽ ഡ്രഗ്സിന്റെ ഫോർമേഷനെ കുറിച്ചുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഐഡിയ തരുന്നുണ്ട്. അതുകൂടാതെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ടെമ്പറേച്ചറുകളിൽ ഈ ഡ്രഗ്സ് ഒക്കെ നശിച്ചു പോകുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ഐഡിയ തരുന്നുണ്ട്. അതുപോലെ തന്നെ ഹൗ മോഡിഫിക്കേഷൻ ഇൻ ദ മെഡിസിനൽ കെമിസ്ട്രി, അതായത് മെഡിസിനൽ കെമിസ്ട്രിയുടെ അതിനെ എങ്ങനെ മോഡിഫൈ ചെയ്യാം അല്ലെങ്കിൽ അതിനെ എങ്ങനെ മെച്ചപ്പെടുത്താന്നൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് അങ്ങനെ മെഡിസിനൽ കെമിസ്ട്രിനെ ഇംപ്രൂവ് ചെയ്യുന്നത് വഴി നമുക്ക് ഡ്രഗ്സിന്റെ എഫിഷ്യൻസി കൂട്ടാനും അതുപോലെ തന്നെ സൈഡ് എഫക്ട്സ് ഒക്കെ കുറയ്ക്കാനൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യും. അതാണ് ഡ്രഗ് കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്നത്. ക്ലിയർ ആയോ? അതായത് മെഡിസിനൽ കെമിസ്ട്രിനെ നമുക്ക് എങ്ങനെ മോഡിഫൈ ചെയ്യാന്ന് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ബയോകെമിസ്ട്രി. അതായത് അങ്ങനെ മെഡിസിനൽ കെമിസ്ട്രിനെ മോഡിഫൈ ചെയ്യുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്രഗ്സിന്റെ എഫിഷ്യൻസി കൂട്ടാം. അതായത് ഡ്രഗ്സിന്റെ മീൻസ് നല്ല രീതിയിലുള്ള ഡ്രഗ്സ് നമുക്ക്, നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഡ്രഗ്സ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അതുകൂടാതെ തന്നെ സൈഡ് എഫക്ട്സ്, മിനിമൈസ് സൈഡ് എഫക്ട്സ് കുറഞ്ഞ ഡ്രഗ്സിനെയൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ സഹായിക്കും. ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ ഇമ്പോർട്ടൻസ് നോക്കാം. രണ്ടാമത്തെ ഇമ്പോർട്ടൻസ് ദ ഹാഫ് ലൈഫ് ആൻഡ് ഡ്രഗ് സ്റ്റോറേജ്.
ഇതാണ് രണ്ടാമത്തെ ഇമ്പോർട്ടന്റ്. അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഇനി തരുന്നത്. അതായത് ദ ഹാഫ് ലൈഫ് ആൻഡ് ഡ്രഗ് സ്റ്റോറേജിന്റെ എക്സ്പ്ലനേഷൻ ആണ് തരുന്നത്. This is a test done on biochemical drugs to know how long a drug is stable when kept at a temperature. അതായത് ഇവിടെ ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ട്. ബയോകെമിക്കൽ ആയിട്ടുള്ള ഡ്രഗ്സിന്റെ ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ട്. ആ ടെസ്റ്റ് വഴി നമുക്ക് എന്താ പറയാ ഡ്രഗ്സ് ഒരു ടെമ്പറേച്ചറിൽ എത്ര കാലം സൂക്ഷിച്ചു വെക്കാം, അല്ലെങ്കിൽ ഈ ഒരു ടെമ്പറേച്ചറിൽ ആ ഡ്രഗ് സ്റ്റേബിൾ ആണോ എന്നൊക്കെ, എത്ര കാലം സ്റ്റേബിൾ ആയി നിലനിൽക്കും എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുകൂടാതെ അതിന് എക്സാമ്പിൾസ് ആണ്, അതായത് മെനി എൻസൈംസ് ഹോർമോൺസ് ആർ സ്റ്റോർഡ് ഫോർ ഡിസ്പെൻസിങ്. അതായത് ആ ഒരു തത്വത്തെ അനുസരിച്ച് അല്ലെങ്കിൽ ഈ ഒരു ടെസ്റ്റിനൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ എൻസൈംസിനെയും ഹോർമോൺസിനെയൊക്കെ ഡിസ്പെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, സൂക്ഷിച്ചു വെക്കുന്നത്. അതായത് ഇവിടെ ഒന്നുകൂടി പറയാം, ദിസ് ഇസ് എ ടെസ്റ്റ് ഡൺ ഓൺ ബയോകെമിക്കൽ ഡ്രഗ്സ് ടു നോ ഹൗ ലോങ് എ ഡ്രഗ് ഈസ് സ്റ്റേബിൾ വെൻ കെപ്റ്റ് അറ്റ് എ ടെമ്പറേച്ചർ. ഫോർ എക്സാമ്പിൾ മെനി എൻസൈംസ് ഹോർമോൺസ് ആർ സ്റ്റോർഡ് ഫോർ ഡിസ്പെൻസിങ്. അതായത് ഇവിടെ ടെസ്റ്റുകളാണ് ചെയ്യുന്നത്. ബയോകെമിക്കൽ ആയിട്ടുള്ള ഡ്രഗ്സിന്റെ കുറിച്ചുള്ള ടെസ്റ്റ് ചെയ്തിട്ട്, അതായത് ഈ ഡ്രഗ്സിനെ നമുക്ക് ഒരു ടെമ്പറേച്ചറിൽ എത്ര കാലം സ്റ്റോർ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ എത്ര കാലം ഈ ഡ്രഗ്സ് ആ ഒരു ടെമ്പറേച്ചറിൽ സ്റ്റേബിൾ ആയിരിക്കും എന്നൊക്കെ മനസ്സിലാക്കാൻ സഹായിക്കും. ആ ഒരു ഇതനുസരിച്ചിട്ടാണ് നമ്മൾ എൻസൈംസിനെ ഹോർമോൺസിനെയൊക്കെ ഡിസ്പെൻസിങ്ങിന് വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, അല്ലെങ്കിൽ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ആ ഒരു തത്വം അനുസരിച്ചാണ്. Then this get deteriorated over time due to temperature or oxidation, contamination and also due to improper storage. അതായത് ഇംപ്രോപ്പർ സ്റ്റോറേജ് മീൻസ് നമ്മൾ കറക്റ്റ് ആയിട്ട് സ്റ്റോർ ചെയ്തിട്ടില്ലെങ്കിൽ ഡ്രഗിന് എന്ത് സംഭവിക്കുന്നതാണ് പറയുന്നത്. അതായത് ടെമ്പറേച്ചറുമായിട്ട് അത് പ്രവർത്തിക്കുകയും ചെയ്യും, ഒന്നെങ്കിൽ ടെമ്പറേച്ചറുമായിട്ട് പ്രവർത്തിച്ചിട്ട് അത് ഡിറ്ററേറ്റ് ആകും. ഡിറ്ററേറ്റ് എന്ന് പറഞ്ഞാൽ നശിച്ചു പോകും, അല്ലെങ്കിൽ അധപതിച്ചു പോകും. അല്ലെങ്കിൽ എന്താ പറയുക, ഓക്സിഡേഷൻ സംഭവിക്കും. മീൻസ് എന്താ പറയുക, അതും ഭസ്മമായി പോകും, അല്ലെങ്കിൽ നശിച്ചു പോകുന്നുള്ള അർത്ഥം തന്നെ. ഓക്സിഡൈസേഷൻ സംഭവിക്കും, അല്ലെങ്കിൽ കണ്ടാമിനേഷൻ സംഭവിക്കും, മീൻസ് മലിനമാകും, മീൻസ് പ്രോപ്പർ ആയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടില്ലെങ്കിൽ. ഓക്കെ, ഒന്നുകൂടി പറയാം. രണ്ടാമത്തെ പോയിന്റിലോട്ട് വരുമ്പോൾ ഇത് ഹാഫ് ലൈഫ് ആൻഡ് ഡ്രഗ് സ്റ്റോറേജ് ആണ് രണ്ടാമത്തെ പോയിന്റ്. ഓക്കെ, ഇതിൽ വരുന്നത് ദിസ് ഈസ് എ ടെസ്റ്റ് ഡൺ ഓൺ ബയോകെമിക്കൽ ഡ്രഗ്സ് to know how long a drug is stable when kept at a temperature. അതായത് ഇവിടെ ടെസ്റ്റുകൾ ചെയ്തിട്ട് ടെസ്റ്റുകൾ ചെയ്തിട്ടാണ് ഡ്രഗ്സിനെ സൂക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ഈ ടെസ്റ്റുകൾ ചെയ്യുന്നത് വഴി നമുക്ക് അറിയാൻ പറ്റും ഒരു ഡ്രഗ്സിനെ എത്ര കാലം ഒരു ടെമ്പറേച്ചറിൽ നമുക്ക് സ്റ്റേബിൾ ആയിട്ട് നിലനിർത്താൻ സാധിക്കും എന്നൊക്കെ മനസ്സിലാക്കാൻ സഹായിക്കും. അതായത് ഒരു ടെമ്പറേച്ചറിൽ ഈ ഡ്രഗ് എത്ര കാലം സ്റ്റേബിൾ ആയിട്ട് നിലനിൽക്കുമെന്ന്. അതിന് എക്സാമ്പിൾസ് ആണ് മെനി എൻസൈംസ് ഹോർമോൺസ് ആർ സ്റ്റോർഡ് ഫോർ ഡിസ്പെൻസിങ്. ഈ ഒരു ഇതനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ എൻസൈംസിനെയും ഹോർമോൺസിനൊക്കെ വിതരണത്തിന് വേണ്ടി അല്ലെങ്കിൽ ഡിസ്പെൻസിങ്ങിന് വേണ്ടിയിട്ട് സൂക്ഷിച്ചു വെക്കുന്നത്. This get deteriorated over time due to temperature or oxidation or contamination and also due to improper storage. അതായത് ഇംപ്രോപ്പർ ആയിട്ടുള്ള സ്റ്റോറേജ് നടന്നിട്ടുണ്ടെങ്കിൽ എന്താണ്, ഈ ഡ്രഗ്സ് ഒക്കെ എന്താകും, ഒന്നെങ്കിൽ നശിച്ചു പോകും, അല്ലെങ്കിൽ ടെമ്പറേച്ചർ ആയിട്ട് പ്രവർത്തിച്ചിട്ട് നശിച്ചു പോകും. കറക്റ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ അല്ലെങ്കിൽ എന്ത് ചെയ്യും, നശിച്ചു പോകും. അല്ലെങ്കിൽ ഓക്സിഡേഷൻ സംഭവിക്കും, അല്ലെങ്കിൽ കണ്ടാമിനേഷൻ സംഭവിക്കും, മീൻസ് മലിനമാകും, നശിച്ചു പോകും, അല്ലെങ്കിൽ ഭസ്മമായിട്ടൊക്കെ പോകുന്നുള്ള അർത്ഥം. ക്ലിയർ ആയോ? ഇംപ്രോപ്പർ സ്റ്റോറേജ്, നമ്മൾ കറക്റ്റ് ആയിട്ട് ഈ ഡ്രഗിനെ സ്റ്റോർ ചെയ്തിട്ടില്ലെങ്കിൽ, അതായത് കറക്റ്റ് ആയിട്ട് ടെസ്റ്റ് ഒന്നും ചെയ്യാതെ കറക്റ്റ് ആയിട്ട് ടെമ്പറേച്ചറിലൊന്നും സ്റ്റോർ ചെയ്തിട്ടില്ലെങ്കിൽ ഡ്രഗിന് എന്തൊക്കെ സംഭവിക്കും എന്നാണ് പറയുന്നത്. അതെന്ത് ചെയ്യും, ടെമ്പറേച്ചർ ഒക്കെ ആയിട്ട് പ്രവർത്തിച്ചിട്ട് ഒന്നെങ്കിൽ ഡിറ്ററേറ്റ് ആകും. ഡിറ്ററേറ്റ് എന്ന് പറഞ്ഞാൽ അധപതിച്ചു പോകും, മീൻസ് നശിച്ചു പോകുന്നുള്ള അർത്ഥം. അല്ലെങ്കിൽ ഓക്സിഡേഷൻ സംഭവിക്കും, സെയിം അർത്ഥം തന്നെ, മീൻസ് നശിച്ചു പോകുക അല്ലെങ്കിൽ ഭസ്മമായി പോകുന്നുള്ള അർത്ഥം. ഓക്കെ, ദെൻ കണ്ടാമിനേഷൻ ആൻഡ് ഓൾസോ ഡ്യൂ ടു കണ്ടാമിനേഷനും, അതായത് ഈ ഇംപ്രോപ്പർ സ്റ്റോറേജ് ചെയ്യുന്ന വഴി കണ്ടാമിനേഷനും ഉണ്ടാകും, മീൻസ് മലിനമാകും. നമ്മൾ കറക്റ്റ് ആയിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡ്രഗ് എന്താകും, മലിനമാകുകയും ചെയ്യും. ഇത്രയാണ് ഈ പോയിന്റിൽ പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, എനിക്ക് ഇത്ര എടുത്തത് ക്വസ്റ്റ്യൻ ചോദിക്കാം, എന്നിട്ട് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. ഷിഹാന, ഓക്കെ, ബയോകെമിസ്ട്രിന്റെ ഡെഫിനിഷൻ പറ. ഓക്കെ, അടുത്ത പോയിന്റ് കൂടി പറയാം. Okay, good. Sona?
What are the important? What are the importance of biochemistry? Okay, good. Shamina. Okay, importance of biochemistry in pharmacy le drug constitution പറ. Mm, mm, mm. Okay, okay, good. Adilya, the half life and the drug storage പറ. Mm, mm. Okay, good. Okay, അപ്പോൾ നമുക്ക് മൂന്നാമത്തെ പോയിന്റിലോട്ട് പോകാം. Okay, മൂന്നാമത്തത് ഡ്രഗ് മെറ്റബോളിസം. ഒന്നാമത്തത് ഡ്രഗ് കോൺസ്റ്റിറ്റ്യൂഷൻ, രണ്ടാമത്തത് ഹാഫ് ലൈഫ് ആൻഡ് ഡ്രഗ് സ്റ്റോറേജ്, ദെൻ മൂന്നാമത്തത് ഡ്രഗ് മെറ്റബോളിസം. Another importance drug metabolism. Okay, in that it also gives an idea of how drug molecules are metabolized by many biochemical reactions in presence of enzymes. അതായത് ഈ ഡ്രഗ് മെറ്റബോളിസത്തെ കുറിച്ചും ഒരു ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. അതായത് എൻസൈംസിന്റെ സ്വാധീനത്തിൽ ബയോകെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്ന സമയത്ത് മീൻസ് ജൈവിക രാസപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് എൻസൈംസിന്റെ സ്വാധീനത്തിൽ ഈ ഡ്രഗ് മോളിക്യൂൾസ് ഒക്കെ മീൻസ് ഡ്രഗിലെ തന്മാത്രകളൊക്കെ എങ്ങനെ മെറ്റബോളൈസേഷൻ നടക്കുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നതിനുള്ള ഒരു ഐഡിയ പകർന്നു തരുന്നുണ്ട്. Then this helps to avoid drugs which have poor metabolism or those with excessive side effects from being prescribed or dispensed to the patients. അതായത് ഈ എന്താ പറയുക മെറ്റബോളിസത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാം, കുറഞ്ഞ അളവിലുള്ള മെറ്റബോളിസം ആയിട്ടുള്ള കുറഞ്ഞ അളവിൽ ഉള്ള ഡ്രഗ്സിന്റെ മെറ്റബോളിസം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. മീൻസ് കുറഞ്ഞ അളവിൽ മെറ്റബോളിസം നടക്കുന്ന ഡ്രഗ്സിനെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതുകൂടാതെ തന്നെ നമുക്ക് പേഷ്യൻസിന് കൊടുക്കുന്ന ഡ്രഗ്സിന്റെ എല്ലാം സൈഡ് എഫക്ട്സ് ഒക്കെ എന്ത് ചെയ്യാം, കുറയ്ക്കാനും സാധിക്കും. അതിനനുസരിച്ച് ഡ്രഗ്സിന്റെ സൈഡ് എഫക്ട്സ് എല്ലാം നമുക്ക് കുറയ്ക്കാനും സാധിക്കും. ഓക്കെ, ഒന്നുകൂടി പറയാം. ഡ്രഗ് മെറ്റബോളിസം ഇറ്റ് ഓൾസോ ഗിവ്സ് ആൻ ഐഡിയ ഓഫ് how drug molecules are metabolized by many biochemical reactions in the presence of enzymes. അതായത് ബയോകെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്ന സമയത്ത്, അതായത് എൻസൈമിന്റെ സ്വാധീനത്തിൽ ബയോകെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്ന സമയത്ത് ഡ്രഗ് മോളിക്യൂൾസ് എങ്ങനെയാണ് മെറ്റബോളൈസേഷൻ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയ നമുക്ക് പകർന്നു തരുന്നുണ്ട് ഈ ബയോകെമിസ്ട്രി. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഈ പൂർ മെറ്റബോളിസം ഉള്ള ഡ്രഗ്സിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ മീൻസ് ഒഴിവാക്കാൻ സാധിക്കും. അതുകൂടാതെ തന്നെ നമുക്ക് എന്താ പറയുക പേഷ്യൻസിന് കൊടുക്കുന്ന ഡ്രഗ്സിന്റെ സൈഡ് എഫക്ട്സ് പരമാവധി കുറയ്ക്കാനും സാധിക്കും, അല്ലെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യാനൊക്കെ സാധിക്കും. ഇതാണ് ഡ്രഗ് മെറ്റബോളിസത്തിൽ പറയുന്നത്. ഓക്കെ, മെറ്റബോളിസം എന്താന്ന് ആരെങ്കിലും പറയാം? What do you mean by metabolism? Anyone? Okay, എത്രയേ ഉള്ളൂ? ഓക്കെ, ശരിയാണ് ഹുസ്ന പറഞ്ഞത്. അതായത് ആനബോളിസം കാറ്റബോളിസം, ആനബോളിസം പ്ലസ് കാറ്റബോളിസം ഈസ് ഈക്വൽ ടു മെറ്റബോളിസം. ഓക്കെ, നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചാണ് മെറ്റബോളിസം. ആ മെറ്റബോളിസം അതായത് ഡ്രഗ്സ് മോളിക്യൂൾസിന്റെ മെറ്റബോളിസത്തെ കുറിച്ച് മനസ്സിലാക്കാൻ ഈ ബയോകെമിസ്ട്രി സഹായിക്കുന്നുണ്ട്. അതുവഴി നമുക്ക് എന്താണ് പൂർ മെറ്റബോളിസം ഉള്ള ഡ്രഗ്സിനെ ഒഴിവാക്കാനും അതുപോലെ തന്നെ സൈഡ് എഫക്ട്സ് ഒക്കെ മീൻസ് പേഷ്യൻസിന് കൊടുക്കുന്ന ഡ്രഗ്സിന്റെ എല്ലാ സൈഡ് എഫക്ട്സ് നമുക്ക് കുറയ്ക്കാനൊക്കെ സാധിക്കും. അതാണ് ഡ്രഗ് മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ തേർഡ് പോയിന്റിൽ പറയുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, എന്നിട്ട് പറയണം. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് ഡ്രഗ് മെറ്റബോളിസം ആണ്. ഡ്രഗ് മെറ്റബോളിസം ഇറ്റ് ഓൾസോ ഗീവ്സ് ആൻ ഐഡിയ ഓഫ് ഹൗ ഡ്രഗ് മോളിക്യൂൾസ് ആർ മെറ്റബോളൈസ്ഡ്
by many biochemical reactions in the presence of enzymes. അതായത് ബയോകെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്ന സമയത്ത് മീൻസ് ജൈവികപരമായിട്ട് അല്ലെങ്കിൽ രാസപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് എൻസൈമിന്റെ സ്വാധീനത്തിൽ ഈ ഡ്രഗ് മോളിക്യൂൾസ് മെറ്റബോളൈസ് ആകും മീൻസ് മെറ്റബോളൈസേഷൻ സംഭവിക്കും. ആ മെറ്റബോളിസം നടക്കുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു ഐഡിയ നമുക്ക് ഈ ബയോകെമിസ്ട്രി പകർന്നു തരുന്നുണ്ട്. ഇതൊക്കെ ഇമ്പോർട്ടൻസ് ആണ്, ബയോകെമിസ്ട്രിന്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ്. അതായത് മെറ്റബോളിസത്തെ കുറിച്ചുള്ള ഒരു ഐഡിയ പറഞ്ഞു തരുന്നുണ്ട്. അതുകൂടാതെ തന്നെ അതായത് ഈ മെറ്റബോളിസത്തെ കുറിച്ചുള്ള ഐഡിയ നമുക്ക് കിട്ടുമ്പോൾ തന്നെ നമുക്ക് അത് എന്തിനു ഹെൽപ്ഫുൾ ആകുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂർ മെറ്റബോളിസം ഉള്ള അതായത് കുറഞ്ഞ മെറ്റബോളിസം ഉള്ള ഡ്രഗ്സിനെ അവോയ്ഡ് ചെയ്യാനായിട്ട് സഹായിക്കും, മീൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുകൂടാതെ തന്നെ എന്താ പറയാ സൈഡ് എഫക്ട്സ് കുറഞ്ഞ മീൻസ് പേഷ്യൻസിന് കൊടുക്കുന്ന ഡ്രഗ്സിന്റെ എല്ലാം സൈഡ് എഫക്ട്സ് നമുക്ക് പരമാവധി കുറയ്ക്കാനും സാധിക്കും. അതായത് മെറ്റബോളിസം എന്താണെന്ന് മനസ്സിലാക്കുന്നത്, ഡ്രഗ് മോളിക്യൂൾസിന്റെ മെറ്റബോളിസം എന്താണെന്ന് മനസ്സിലാക്കുന്നത് വഴി ഇതെല്ലാം അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. Is it clear? Okay. Okay, ഷംന എന്ത് മനസ്സിലായത് പറ. ഷംന മെറ്റബോളിസത്തിൽ നിന്ന് മനസ്സിലായത് പറയാം. Okay. Okay, good. Okay, ഇത്രയാണ് ഇമ്പോർട്ടൻസ് ഓഫ് ബയോകെമിസ്ട്രി ഇൻ ഫാർമസിയിൽ വരുന്ന പോയിന്റ്സ്. ഓക്കെ, ഇനി നെക്സ്റ്റ് മെയിൻ ഹെഡിങ് കൊടുക്കാം, കെമിസ്ട്രി ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്. ഇനി കാർബോഹൈഡ്രേറ്റ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. കെമിസ്ട്രി ഓഫ് കാർബോഹൈഡ്രേറ്റ്സിന് മെയിൻ ഹെഡിങ് കൊടുക്കാം, കെമിസ്ട്രി ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്. ഓക്കെ, ഇൻ ദാറ്റ് പോയിന്റ് വൈസ് ആണ് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ്, carbohydrates include a large group of compounds commonly known as starch or sugars which are widely distributed in plants and animals. അതായത് ഇവിടെ കാർബോഹൈഡ്രേറ്റ്സിന്റെ കെമിസ്ട്രിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ആദ്യത്തെ പോയിന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്, കാർബോഹൈഡ്രേറ്റ്സ് include a large group of compounds commonly known as starch or sugars. അതായത് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ വലിയ ഗ്രൂപ്പ് ഓഫ് കോമ്പൗണ്ട്സ് ആണ്. അത് വലിയ ഗ്രൂപ്പാണ്, ഒരുപാട് ഘടകങ്ങളുള്ള ഒരു ഗ്രൂപ്പാണ്. ഇത് പ്രധാനമായിട്ടും കോമൺലി അറിയപ്പെടുന്നത് സ്റ്റാർച്ച് അല്ലെങ്കിൽ ഷുഗർ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഈ കാർബോഹൈഡ്രേറ്റ്സ് സ്റ്റാർച്ച് അല്ലെങ്കിൽ ഷുഗർ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഓക്കെ, കോമൺലി ഇതിനെ വിളിക്കുന്ന പേര് സ്റ്റാർച്ച് അല്ലെങ്കിൽ ഷുഗേഴ്സ് എന്നൊക്കെയാണ്. ഇതൊരു വലിയ ഗ്രൂപ്പ് ഓഫ് കോമ്പൗണ്ട്സ് ആണ്. ഓക്കെ, വിച്ച് ആർ വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ഇത് പ്രധാനമായിട്ടും വിതരണം ചെയ്തിരിക്കുന്നത് പ്ലാന്റ്സിലും ആനിമൽസിലൊക്കെയാണ് ഇത് വിതരണം ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ കാണപ്പെടുന്നത്. Is it clear? Okay. Carbohydrates include a large group of compounds commonly known as starch or sugars which are widely distributed in plants and animals. അതായത് കാർബോഹൈഡ്രേറ്റ്സ് എന്നുണ്ടെങ്കിൽ വലിയ ഗ്രൂപ്പ് ഓഫ് കോമ്പൗണ്ട്സ് ആണ്. ഓക്കെ, വലിയ ഗ്രൂപ്പ് ഓഫ് ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നതാണ്. ഇത് കോമൺ ആയിട്ട് അറിയപ്പെടുന്നത്, ജനറൽ ആയിട്ട് അറിയപ്പെടുന്നത് സ്റ്റാർച്ച് അല്ലെങ്കിൽ ഷുഗർ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് ഈ കാർബോഹൈഡ്രേറ്റ്സ്. ഇത് പ്രധാനമായിട്ടും വിതരണം ചെയ്തിരിക്കുന്നത് പ്ലാന്റ്സിലും ആനിമൽസിലൊക്കെയാണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, all carbohydrates consist of carbon, hydrogen and oxygen atoms. All carbohydrates consist of carbon, hydrogen and oxygen atoms. അതായത് എല്ലാ കാർബോഹൈഡ്രേറ്റ്സിലും ഉള്ള ഘടകങ്ങളാണ് പറയുന്നത്. കാർബൺ ഉണ്ടാകും, ഹൈഡ്രജൻ ഉണ്ടാകും, അതുപോലെ തന്നെ ഓക്സിജൻ ആറ്റംസ് ഉണ്ടാകും. അതായത് കാർബണിന്റെയും ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും ആറ്റംസ് ആണ് എല്ലാ കാർബോഹൈഡ്രേറ്റ്സിലും ഉള്ളത്. ഓക്കെ, അതായത് കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ആറ്റംസ്. All carbohydrates consist of carbon, hydrogen and oxygen atoms. എല്ലാ കാർബോഹൈഡ്രേറ്റ്സിലും ഓക്സിജനും ഹൈഡ്രജനും അതുപോലെ തന്നെ കാർബൺ ഇതിന്റെ എല്ലാ ആറ്റംസ് ആണ് ഉള്ളത്. ക്ലിയർ ആയോ? സെക്കൻഡ് പോയിന്റ് ക്ലിയർ ആയോ? ഓക്കെ, then third point, carbohydrates are the most abundant organic molecules in nature. അതായത് കാർബോഹൈഡ്രേറ്റ്സ്
മോസ്റ്റ് അബോണ്ടന്റ് ഓർഗാനിക് മോളിക്യൂൾസ് ഇൻ നേച്ചർ. അതായത് പ്രകൃതിയിൽ വളരെ എന്താ പറയാ വളരെ സമൃദ്ധമായി, അബോണ്ടന്റ് എന്ന് പറഞ്ഞാൽ വളരെ സമൃദ്ധമായിട്ട് കാണപ്പെടുന്ന ഓർഗാനിക് മോളിക്യൂൾ ആണ്, ഒരു ജൈവികമായിട്ടുള്ള ഘടകമാണ്. അതായത് പ്രകൃതിയിൽ അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ പ്രകൃതിയിൽ നാച്ചുറലി ഇത് എന്താ പറയാ വളരെ എന്താ പറയാ വളരെ സമൃദ്ധമായിട്ട് അല്ലെങ്കിൽ വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു ഓർഗാനിക് മോളിക്യൂൾ ആണ്. ഓർഗാനിക് മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ ജൈവികമായിട്ടുള്ളൊരു ഘടകമാണ്. നാച്ചുറൽ വളരെ എന്താ പറയാ വളരെ സമൃദ്ധമായിട്ട് കാണപ്പെടുന്ന ഒരു ഓർഗാനിക് മോളിക്യൂൾ അല്ലെങ്കിൽ ജൈവികപരമായിട്ടുള്ള ഒരു തന്മാത്രയാണ് ഈ കാർബോഹൈഡ്രേറ്റ്സ്. ഒന്നുകൂടി പറയാം, കാർബോഹൈഡ്രേറ്റ്സ് ആർ ദ മോസ്റ്റ് അബാണ്ടന്റ് ഓർഗാനിക് മോളിക്യൂൾസ് ഇൻ നേച്ചർ. ക്ലിയർ ആയോ? Is it clear? Okay. Then next point. Chemically, they are polyhydric alcohols having potentially active aldehyde and ketone groups. അതായത് കെമിക്കലി ദേ ആർ പോളിഹൈഡ്രിക് ആൽക്കഹോൾസ്. രാസപരമായിട്ട് ഇത് പോളിഹൈഡ്രിക് ആൽക്കഹോൾസ് എന്നാണ് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിലാണ് വരുന്നത്. പോളിഹൈഡ്രിക് ആൽക്കഹോൾസ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ. Then having potentially active aldehyde and ketone groups. അതായത് ഈ കാർബോഹൈഡ്രേറ്റ്സിന്റെ രാസപരമായിട്ട് വരുമ്പോൾ അത് പോളിഹൈഡ്രിക് ആൽക്കഹോൾസ് എന്നറിയപ്പെടുന്നു. അതിൽ തന്നെ രണ്ട് ഗ്രൂപ്പ് വരുന്നുണ്ട്, അതായത് ആൽഡിഹൈഡ് അതുപോലെ തന്നെ കീറ്റോൺ എന്ന് പറഞ്ഞ രണ്ട് ഗ്രൂപ്പും വരുന്നുണ്ട്. അതിന്റെ ഉള്ളിൽ തന്നെ ആൽഡിഹൈഡ് എന്നും അതുപോലെ തന്നെ കീറ്റോൺ എന്ന് പറഞ്ഞ രണ്ട് ഗ്രൂപ്പും വരുന്നുണ്ട്. എന്നോട് പറയാ പോയിന്റ്, കെമിക്കലി ദേ ആർ പോളിഹൈഡ്രിക് ആൽക്കഹോൾസ്. രാസപരമായിട്ട് ഇത് പോളിഹൈഡ്രിക് ആൽക്കഹോൾസ് എന്നറിയപ്പെടുന്നു. ഹാവിംഗ് പൊട്ടൻഷ്യലി ആക്റ്റീവ് ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ ഗ്രൂപ്പ്സ്. ഇതില് രണ്ട് ആക്റ്റീവ് ആയിട്ടുള്ള രണ്ട് ഗ്രൂപ്പുകൾ ഉണ്ട്, അതായത് ആൽഡിഹൈഡിന്റെ ഗ്രൂപ്പും ഉണ്ട്, കീറ്റോണിന്റെ ഗ്രൂപ്പും ഉണ്ട്. Is it clear? Okay. Okay, next the general molecular formula is CH2O. Okay, molecular formula നിങ്ങൾ വാട്സാപ്പിൽ നിന്ന് എഴുതിയെടുക്കുക. CH2O എന്നുള്ളത് ഫോർമുല നിങ്ങൾ വാട്സാപ്പിൽ നിന്ന് എഴുതിയെടുക്കാം. ഓക്കെ, ഇത്രയും അടുത്ത പോയിന്റ് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ, ഇത്രയും പോയിന്റ് മനസ്സിലായത് പറയാം. ഷെമീന. ഓക്കെ, കെമിസ്ട്രി ഓഫ് കാർബോഹൈഡ്രേറ്റ്സിലെ ഫസ്റ്റ് പോയിന്റ്. ഓക്കെ. ഓക്കെ, ഹുസ്ന. ഹുസ്ന. ഹുസ്ന മനസ്സിലായത് പറയാം. ഫസ്റ്റ് പോയിന്റ്. ഓക്കെ. 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 ആക്റ്റീവ് ആൽഡിഹൈഡും കീറ്റോൺ ഗ്രൂപ്പും. ഓക്കെ, അടുത്ത ക്ലാസ് അടുത്ത ടോപ്പിക്ക് അടുത്ത നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. അപ്പൊ ഇന്ന് നമ്മൾ എടുത്തത് ബയോകെമിസ്ട്രിന്റെ ഇൻട്രൊഡക്ഷൻ ആണ്. ഇൻട്രൊഡക്ഷൻ ടു ബയോകെമിസ്ട്രി. അതിലെ ഡെഫിനിഷൻ പറഞ്ഞു, ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് ബയോകെമിസ്ട്രി പറഞ്ഞു, ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് ബയോകെമിസ്ട്രി ഇൻ ഫാർമസി പറഞ്ഞു. ഈ ഫാർമസിയാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ്. ആ 3 പോയിന്റ്സ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിക്കാം. ദെൻ കെമിസ്ട്രി ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് 4 പോയിന്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നാളെ വരുമ്പോൾ ഇത്രയും പഠിക്കാം. ബാക്കി നാളെ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഇതില് 5 യൂണിറ്റ് ആണ് ഉള്ളത്. ഓക്കെ, ഇന്ന് എടുത്താൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനി ഡൗട്ട്? ഓക്കെ, അപ്പോൾ മൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു.